ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കണ പൊട്ടറ്റോ വട. ഞാൻ പൊട്ടറ്റോ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഞാൻ ഉടച്ച് വെച്ചേക്കണതാണ്. അതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് 2 സവോള, കുറച്ച് വേപ്പില, ഒരു 2-3 പച്ചമുളക്. ഞാൻ അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം വഴറ്റണില്ല, ചെറുതായിട്ട് ചൂടാക്കണുള്ളൂ. സവോളയുടെയൊക്കെ ഒന്ന് പച്ചമണം കൊണ്ട് പോകാൻ വേണ്ടി. ഞാനൊരു 2-3-4 മണി നല്ല ജീരകം ഇന്ന് പൊട്ടിക്കുന്നുണ്ട്. മുമ്പിടാൻ മറന്നു. നമ്മൾ മറന്നാൽ തന്നെ ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും അത് ചൂടായിക്കോളും. അത് ചൂടായിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം വഴറ്റുന്നില്ല കേട്ടോ. ഞാൻ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്നാണ് മാറിക്കോട്ടെ. ഒന്ന് വാടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു പൊട്ടുള്ളൂ മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂണ് മസാല, വേറെ മുളക് പൊടിയൊന്നും ഇടണില്ല. അതുകൊണ്ട് ക്രഷ് ചെയ്ത മുളക് കുറച്ച് 1 ടീസ്പൂണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും പച്ചമണം അങ്ങോട്ട് പൊക്കോട്ടെ. ഇതാ ഇത്രയും ഉപ്പിടണുണ്ട് കേട്ടോ. ഞാൻ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് വെച്ചേക്കണ്ട ചെറുതായിട്ട്. അത് മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഒന്നങ്ങോട്ട് ഇതായിക്കോട്ടെ. എല്ലാം പച്ചക്ക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നങ്ങോട്ട് പച്ചമണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നങ്ങോട്ട് വാട്ടണം. ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഈ മിക്സ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചേക്കണേലേക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ. ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. സ്പൂൺ കൊണ്ടൊന്നും ഉരുളക്കിഴങ്ങിന് നനവുണ്ട്. ഞാനത് ബ്രെഡ് പൊടി വെച്ചിട്ടാണ് കുഴക്കുന്നത്.
കോൺഫ്ലവർ ഇട്ട് കുഴച്ചാലും മതി. അരിപ്പൊടിയോ അതിനകത്തേക്ക് ബ്രെഡിൻ്റെ പൊടിയാണ്. കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഇടാം. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. ബ്രെഡ് പൊടി ആവശ്യത്തിന് അത് കുഴച്ച് റെഡിയാക്കാവുന്ന രീതിയാവുന്നത് വരെ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് കുഴയ്ക്കാനായിട്ട് പരത്താനും ആവുന്നത് വരെ ഏത് പൊടിയായാലും, അരിപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും ബ്രെഡ് പൊടിച്ചതായാലും ഞാൻ ഈ പാകത്തിനാണ് കേട്ടോ കുഴച്ചെടുത്തേക്കണം. ഇനി ഞാനിത് കുറച്ചെടുത്ത് വട ഉണ്ടാക്കാൻ പോവാം. ഉരുട്ടിയിട്ട് ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കണേ. കൈ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കണേ. വെറുതെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇത് പോകും എന്നാലും ഞാൻ ചെയ്യുന്നു മാത്രം. അവരവരുടെ ഐഡിയയിൽ ചെയ്യാം. ഞാൻ ഇതുപോലെ ഇവിടെ പരത്തി വെച്ചിട്ട് പൊട്ടറ്റോടെ ഞാൻ ഇതുപോലെയാണ് പരത്തി വെച്ചാണ്. ഇനി അത് മുക്കി പൊരിക്കണം. ഞാൻ കുറച്ച് മൈദ ലൂസാക്കിയിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ടെടുത്താണ് അതിനകത്ത് മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി പൊരിക്കാൻ വേണം. പൊരിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ.